പറമ്പിലൊരു പാവൽ പിടിച്ചു വന്നായിരുന്നു. അതിലൊരൊറ്റ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് പറിക്കാനായിട്ടുള്ള പോക്ക. ശിവാനിക്ക് അത് പറിക്കണം ഇന്ന് തന്നെ. CBR എവിടെയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നനയത്തൊന്നുമില്ല. വണ്ടിയാണെങ്കിൽ മുറ്റത്തുനിന്ന് കുറേ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നു. കഴുകണം വണ്ടി. ശിവാനി ആണെങ്കിൽ ചിറ്റയും കൂട്ടി വരാമെന്നും പറഞ്ഞ് അപ്പുറത്തെ വാതിൽ വഴി ഇറങ്ങി പോയിട്ടുണ്ട്. അവരിപ്പോൾ കാറിൻ്റെ സൈഡിൽ കൂടെ വരും. ഞാൻ അവർ വരുമ്പോൾ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ മാറി പാത്ത് നിൽക്കുമായിരുന്നു. പക്ഷെ ശിവാനി എന്നെ കണ്ടു കേട്ടോ ഞാൻ നിൽക്കുന്നത്. അവളെ തൊട്ട് ചിറ്റയോട് മിണ്ടിയില്ല. വാ പാവയ്ക്ക പറിക്കാൻ വിളിച്ച പാവയ്ക്ക. പാവയ്ക്ക പറിക്കാൻ വിളിച്ച. ഇതങ്ങോട്ട് തോരൻ കറി വെച്ച് ചോറങ്ങോട്ട് തരട്ടെ വേണ? കട്ടപ്പുറത്ത് കേറ് കേറ്. ഉരുണ്ട് വീഴല്ലേ? പേടിച്ചാ? പിടിക്ക്, അല്ല തലേ കുത്തി താഴെ വീഴും അത്. കണ്ടക്ക്. കട്ടപ്പുറത്ത് കേറ്. ഞാൻ പിടിക്കാം. കണ്ടിക്ക് കണ്ടിക്ക്. കണ്ടിക്ക് അങ്ങോട്ട്. ശിവാനി പാവയ്ക്ക പറിച്ച്. നമ്മളെ പാവല ഉണ്ടായ ആദ്യത്തെ പാവയ്ക്കാണ്. ആദ്യത്തെയും അവസാനത്തെയും. വേറെ പാവയ്ക്കൊന്നും ഇല്ല. പറമ്പിൽ തന്നെ കിളുത്ത് വന്ന പറഞ്ഞ. അപ്പം ഞങ്ങൾ ഇച്ചിരി സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി പന്തലൊക്കെ ഇട്ട് കൊടുത്താ. പക്ഷെ പാവയ്ക്ക ഒറ്റ പാവയ്ക്ക ഉണ്ടായി. ഒരു 100 പൂവെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈ പാവലെ. പക്ഷെ ഒറ്റ പാവയ്ക്ക ഉണ്ടായുള്ളൂ. അതാണ് ശിവാനിയുടെ ഒക്കത്തിരിക്കുന്നത്. ചിറ്റ അവിടെ ചിറ്റ ടാറ്റ തരുന്നുണ്ട് എല്ലാവർക്കും. കത്രിക പിടിച്ചോണ്ട് രണ്ടുകൂടെ ഉരുണ്ട് വീഴല്ലേ? കത്രിക ഇങ്ങോട്ട് വാ. എന്നിട്ട് ഞാനും ശിവാനിയും കൂടെ ചുമ്മാ താഴോട്ട് പോയി. പറമ്പിൽ തേങ്ങ വല്ലതും പൊഴിഞ്ഞ് കിടപ്പുണ്ടോയെന്ന് അറിയാനായിട്ട്. ഇടയ്ക്ക് തേങ്ങ പൊഴിഞ്ഞ് കിട്ടാറുണ്ട്. കാറ്റൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് കിട്ടും. പക്ഷെ ഇന്ന് പോയിട്ട് തേങ്ങയൊന്നും കിട്ടിയില്ല. പറമ്പിൽ എപ്പോഴോ പണിക്ക് എടുത്തുകൊണ്ട് പോയ ഒരു കമ്പിപ്പാര അവിടെ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേമ്പ് പറിക്കാനോ എന്തിനാ എടുത്തുകൊണ്ട് പോയതാ. അതവിടെ കിടക്കുമായിരുന്നു. അത് പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങളുടെ മീൻകുളമൊക്കെ ഏകദേശം പോക്കായി കേട്ടോ. ഞങ്ങളുടെ മീനെല്ലാം ഒരു ചേരസാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.